ഇസ്റ്റം കാണിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഇസ്റ്റങ്ങളെല്ലാം കസ്റ്റമർ കാണിച്ചു കൊടുക്കാം. ഹോണ്ടയുടെ WRV ഫുൾ ഓപ്ഷൻ വാഹനമാണ്, VX ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13 വണ്ടിയാണ്. എന്നാൽ കണ്ട 2017 വണ്ടിയുടെ ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ക്വാളിറ്റി ഉണ്ടല്ലേ? ഇത് ട്രെൻഡ് പ്ലസ് ആണ്. ടൈറ്റാനിയത്തിലേക്ക് ഒരു വിധപ്പെട്ട എല്ലാം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അലോയി ആണെങ്കിലും ഇപ്പം ടയർ ഇട്ടിട്ടുണ്ട്. സ്നോർക്കിലൊക്കെ വർക്കിംഗ് ആണോ? എല്ലാ സാധനം വർക്കിംഗ് ആണ്. എല്ലാ സാധനം വർക്കിംഗ് ആണോ? ഇതും ഫുൾ ഓൺ ചെയ്യാവുന്ന ഒരു വാഹനമാണ്. ഈ പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 2018 സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. 2025 വരെ സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. അപ്പോൾ മാരുതിയുടെ വാഹനങ്ങൾക്കെല്ലാം നമുക്കൊരു സർവീസ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ചെയ്ത് കൊടുക്കാം. സർവീസ് ഫ്രീ ഒരു സർവീസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിന് കൂപ്പൺ കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു കേരളത്തിൽ എവിടെ കൊടുത്താലും സർവീസ് ചെയ്യാം. ഇത് നമുക്കൊരു ഓഫർ വില കൊടുക്കാം. ഈ സിയാസ് ഓഫറിനാണ് ഇട്ടിരിക്കുന്നത്. 0 ഡൗൺ പേയ്മെന്റ്. അടുത്ത 0 ഡൗൺ പേയ്മെന്റ് സിയാസ് ആണ് കിടക്കുന്നത്. 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റ് വില ഉള്ള വാഹനമാണ്. മാർക്കറ്റ് വില ഉള്ള വാഹനമാണ്. നമ്മൾ കുറച്ചാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ കാശിലാണ്. പെരുമ്പാവൂരാണുള്ളത്. ഷിയാസിക്ക സുഖമല്ലേ? സുഖം. അപ്പോൾ ഷിയാസിക്കയുടെ പെരുമ്പാവൂർ കാശിലാണ് നിൽക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലമുറി അല്ലേ? പെരുമ്പാവൂർ മൂവാറ്റുപുഴ MC റോഡ് മലമുറി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കിഡിലെ SUV വണ്ടികളാണ്. കിഡിലെ SUV വണ്ടികളാണ്. നേരെ നമുക്ക് വണ്ടികളിലേക്ക് തുടങ്ങാം. ആദ്യത്തെ വണ്ടി ഇത് 2017 മോഡല് ഫോർഡ് എൻഡോവർ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ വണ്ടിയാണ്. 2.5 ആണ്. 2.2 ഓട്ടോമാറ്റിക്. 2.2 ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എവിടെയാ? കിലോമീറ്റർ 30,000 കിലോമീറ്റർ. 30,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ്. ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാവൂല. 4x4 ആണ്. അല്ല, 4x2 ഓട്ടോമാറ്റിക്. 4x2 ഓട്ടോമാറ്റിക് ആണ്. അപ്പോ ഓണർഷിപ്പ് നടക്കണേ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നല്ല കിടിലൻ വണ്ടി അല്ലേ? ഹൈ ക്വാളിറ്റി കത്തുന്നതാണോ? അപ്പൊ അതിന്റെ റേറ്റ് ഇത് നമുക്ക് 27,75,000 രൂപ കൊടുക്കാം. 27,75,000 ആണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. ഫിനാൻസ് ചെയ്തല്ലോ നമുക്ക് ചെയ്യാം. സിവിലൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം ചെയ്ത് കൊടുക്കാം. മാക്സിമം വണ്ടി വന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി എപ്പോഴും നിങ്ങൾ വരുമ്പോൾ വന്ന് ചെക്ക് ചെയ്യുക, ഓടിക്കുക. നിങ്ങളുടെ പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കാമുള്ളൂ. അപ്പോൾ ഇത് കിടിലൻ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാം. ആരെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യിക്കാം. അടുത്ത XUV ആണ്. 2012 ലാസ്റ്റ് മോഡലാണ്. ഡിസംബർ മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. W8 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. W8 ഫുൾ ഓപ്ഷൻ ആണ്. അലോയ് വീല് വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നതാണ്. ഓണർഷിപ്പ് ഏതാ? സെക്കൻഡ് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇസ്റ്റം കാണിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഇസ്റ്റങ്ങളെല്ലാം കസ്റ്റമർ കാണിച്ചു കൊടുക്കാം. അപ്പൊ വില നമുക്ക് 5,25,000 രൂപ കൊടുക്കാം. 5,25,000 ആണ് ചോദിക്കുന്ന വില. അല്ലേ? 5,25,000 ആണ്. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്യാം. മാക്സിമം 4.5 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2013 മോഡലോട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് 12 ഒക്കെ ചെയ്തു തരാം. 12 ചെയ്യാൻ പറ്റും. 12 ഒക്കെ ലോൺ ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അടുത്ത 2009 Type 4 ഇന്നോവയാണ്. റീ രജിസ്ട്രേഷൻ ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. 7 സീറ്റർ ആണ്. ഇത് കിലോമീറ്റർ ഓടിയുണ്ട്. കിലോമീറ്റർ 2ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ജനുവനാണോ? റീവണ്ടിയാണ്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ വണ്ടി മെക്കാനിക്കൽ സൈഡ് മെക്കാനിക് ഇന്റീരിയർ കാര്യങ്ങൾ 7 സീറ്റർ ആണ്. അത്യാവശ്യം കൊള്ളാവുന്ന Type 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നീറ്റ് വണ്ടിയാണ്. അപ്പൊ നമ്മൾ എത്ര പറയാം? നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം ഉണ്ട് ഈ വണ്ടിക്ക്. 3 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത് ഹോണ്ടയുടെ WRV ഫുൾ ഓപ്ഷൻ വാഹനമാണ്. VX ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. സൺറൂഫ് വരുന്ന വാഹനമാണ്. ഡീസലോ? പെട്രോൾ വണ്ടിയാണല്ലോ. സൺറൂഫ് വരുന്നുണ്ട്. അലോയ് വീല് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് സിമ്പിൾ വരുന്നതാണ്. എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്? 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പൊ വില ഇത് നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 50 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ വണ്ടി കൊണ്ടുപോകാം കേട്ടോ. കിടിലൻ വണ്ടിയാണ്. അടുത്ത എക്കോസ്പോർട്ട് 2013 വണ്ടിയാണ്. എന്നാൽ കണ്ട 2017 വണ്ടിയുടെ ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ക്വാളിറ്റി ഉണ്ടല്ലേ? ഏതാ വേരിയന്റ്? ഇത് ട്രെൻഡ് പ്ലസ് ആണ്. ടൈറ്റാനിയത്തിലേക്ക് ഒരു വിധപ്പെട്ട എല്ലാം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അലോയി ആണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ ആക്കിയിട്ടുണ്ടല്ലേ? അതെ. നല്ല ക്ലീറ്റ് ആണ്. ടോപ്പൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1.10 ഓടിയിട്ടുണ്ട്. 1.10 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവൽ. ഓണർഷിപ്പ് ഏതാ കിടക്കണേ? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയുടെ വില ഇത് നമുക്ക് 3,90,000 കൊടുക്കാം. 3,90,000 ആണ് ചോദിക്കുന്ന വില. ഫിനാൻസ് എത്ര വരും? ഫിനാൻസ് ഒരു 3-3.25 ഒക്കെ ചെയ്ത് കൊടുക്കാം. 3-3.25 വരെ ഫിനാൻസ്. വണ്ടി വന്ന് നോക്കാം. വണ്ടി 13 ക്വാളിറ്റി അല്ല, ഫുള്ള് ക്ലീൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ് കേട്ടോ. പെയിന്റ് ക്വാളിറ്റി ഉണ്ട്. കാഴ്ചയിലും അടിപൊളിയാണ്. ഇന്റീരിയറും അടിപൊളിയാണ്. എന്നാലും വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടിയാണ്. അപ്പൊ അടുത്ത വണ്ടി ഏതൊക്കെ? അടുത്ത വണ്ടി വേണമെങ്കിൽ നമുക്കൊരു താറുണ്ട്. ക്രെറ്റ ഉണ്ട്. ഉണ്ട്. താറിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഏതാ മോഡല്?
താർ 2018 മോഡലാണ്. ഓക്കെ. ഇതും ലോ കിലോമീറ്റർ ആണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടിപ്പം ടയർ ഇട്ടിട്ടുണ്ട്. സ്നോർക്കിലൊക്കെ വർക്കിംഗ് ആണോ? എല്ലാ സാധനം വർക്കിംഗ് ആണ്. എല്ലാ സാധനം വർക്കിംഗ് ആണോ? വേറെ പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ വണ്ടിയാ. കമ്പനി ഒന്നും അതേ ക്വാളിറ്റിയിൽ നിൽക്കുന്നതാണ്. അതേ ക്വാളിറ്റിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നു. അപ്പോൾ നമ്മൾ എത്രയാണ് ഇതിന്റെ വില? ഇത് 8,90,000 രൂപ. 8,90,000 ആണ് ഇതിന് ചോദിക്കുന്നത്. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ഡിസ്കൗണ്ടും ചെയ്ത് കൊടുക്കാം. അടുത്തത് ബ്രസ 2018 ZDI ഓട്ടോമാറ്റിക്. ZDI ഓട്ടോമാറ്റിക്. ഓക്കെ. ഡീസൽ 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ വില ഇത് നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. എത്ര വരെ ഫിനാൻസ് കയറുമായിരിക്കും? ഒരു 7.5 ടു കസ്റ്റമർ പ്രൊഫൈൽ മാക്സിമം ചെയ്യും. എപ്പോഴും അത് നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചും പറയാറുണ്ട്, നമുക്ക് വണ്ടി വന്ന് കണ്ട് കൺഫേം ആയതിന് മാത്രം ശേഷമാണ് ഞാൻ ലോണിന് കൊടുക്കുകയുള്ളൂ. അതെ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറെ പേര് വന്ന് വെറുതെ നമുക്ക് ആധാർ മാനൊക്കെ തന്ന് കൺഫേം ആയ ശേഷം അത് ഫോം വിളിച്ചെടുക്കില്ല അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ വണ്ടി ജെന്യൂൻ ആണ് നിങ്ങൾ 2-3 കേസുകൾ നമ്മൾ അപ്രൂവൽ ചെയ്തായിരുന്നു. ആണല്ലേ? വണ്ടി വന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ലോൺ പ്രോസസ്സിംഗ് കൊടുക്കാം. അതൊരു 3-4 ദിവസത്തിനുള്ളിൽ പ്രോസസ് എല്ലാം കഴിഞ്ഞ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ ഉറപ്പിച്ച് വന്നിട്ട് ആണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഇതിന്റെ വില നമ്മൾ പറഞ്ഞല്ലോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏതാ മോഡല്? 2017 മോഡലാണ്. E4+ ആണ്. ഓക്കെ. പെട്രോളോ ഡീസലോ? ഡീസൽ വണ്ടി. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വാഹനമാണ്. കിലോമീറ്റർ എത്ര ഓടിക്കുന്നത്? 1 ലക്ഷം കിലോമീറ്റർ. കമ്പനി സർവീസ്. സിംഗിൾ ഓണർ. നോ റീപ്ലേസ്മെന്റ്. ഇത്ര നേരം കാണിച്ച വണ്ടികളിൽ ഒന്നും റീപ്ലേസ് ഉള്ളതല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ വില ഇത് 7,65,000 രൂപ കൊടുക്കാം. 7,65,000 സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടല്ലേ? സ്പെയർ കീ ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടിയാണ്. ഇതിന് ഫിനാൻസ് മാക്സിമം ചെയ്തു തരാം. മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി നമുക്ക് ഒരു ബൊലേറോ കാണിക്കാം. അല്ലേ? ബൊലേറോ ബ്ലാക്ക് ബൊലേറോ അല്ലേ? ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇത് 2010 മോഡലാണ്. 10 മോഡലാണല്ലേ? ഓക്കെ. അത്യാവശ്യം പുതിയ വർക്കുകളെല്ലാം കഴിഞ്ഞേക്കാണ്. നമുക്ക് വേണം കസ്റ്റമർക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ എടുത്ത് കൊടുക്കാം. 3.25 ലക്ഷം രൂപ പേപ്പർ എടുത്ത് കൊടുക്കാം. ടാക്സ് ഇൻഷുറൻസ് എല്ലാം ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ എത്ര പറയുന്ന വില? 3.25 ലക്ഷം. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. എല്ലാ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വാഹനമാണ്. സീറ്റ് കവർ കാര്യങ്ങൾ, പെയിന്റിംഗ് കാര്യങ്ങൾ, വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത വാഹനമാണ്. അടുത്ത 2013 വണ്ടിയാണ്. 13 വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 90,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇതും ഫിറ്റിംഗ്സ് ഉണ്ട്, അലോയ്സ്, ആൻഡ്രോയിഡ്, ടോപ്പ് റൂഫ് എല്ലാം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അകത്ത് ഇന്റീരിയറെല്ലാം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 90,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഏതാ കിടക്കണേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നു. വില ഇത് നമുക്ക് 4,50,000 രൂപ ഫൈനൽ കൊടുക്കാം. 4,50,000 ഫൈനൽ കൊടുക്കാം അല്ലേ? നമുക്കൊരു 3.5 to 4 അടുത്ത് ലോണും ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത സ്കോർപിയോ എംഹോക്ക് ആണ്. 2011 മോഡലാണ്. 3rd ഓണർഷിപ്പ് ആണ്. 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എടുത്ത് നമുക്ക് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3.5. ഇതിനകത്തും ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണെന്നോ? എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റുകളൊക്കെ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ വണ്ടി വൃത്തിയാക്കി ഇടാറുള്ളൂ. ഇന്ത്യയിലൊക്കെ അതിൽ മോശം അപ്പൊ തന്നെ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഓഫർ വണ്ടിയാണ് അല്ലേ? അതെ. ഓഫറിൽ കൊടുക്കാൻ പോകുന്ന ഒരു പ്രീമിയം വണ്ടി 2013 മോഡലാണ്. 13 മോഡൽ X1 ആണ്. പ്രീമിയം വാഹനമാണ്, പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വാഹനമാണ്. വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 ഓടിയിട്ടുള്ളൂ. പെരുമ്പാവൂർ ഇവിടെ ചെയ്തേക്കുന്ന വാഹനമാണ്. വണ്ടിയാണല്ലേ? ഇവിടെ നമ്പർ അയക്കുന്ന വാഹനമാണ്. ഇത് നമുക്കൊരു 10 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 10 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി. 12 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. 10 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 10 ലക്ഷം രൂപയിൽ നമുക്ക് 13 ഫിനാൻസ് വീഴുമല്ലോ. മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും. അടിപൊളി കിടിലൻ വണ്ടിയാണോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളി വണ്ടി. എവിടെ വെള്ളം കൊണ്ട് ചെക്ക് ചെയ്യാം. അതെ, അത് എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ട് ചെക്ക് ചെയ്യാം കേട്ടോ വണ്ടി. അപ്പൊ SUV-കളുടെ ഇടയിൽ കുറച്ച് നല്ല അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ഉള്ള സെഡാൻ കിടപ്പുണ്ട്. അതുകൂടി നമുക്ക് കാണിക്കാം. ഒരു സിറ്റി കിടപ്പുണ്ടല്ലോ. സിറ്റിയാണ്. 2018 മോഡൽ V ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. 98,000 കിലോമീറ്റർ സർവീസ് ഉള്ള വാഹനമാണ്. സിംഗിൾ ഓണർ, സ്പെയർ കീ സർവീസ് ഒക്കെ എല്ലാം ഉള്ള വാഹനമാണ്. ഈ ടോപ്പിന്റെ വണ്ടിയാണ്. V ആണ്. ടോപ്പിന് തൊട്ട് താഴെ VX മാനുവൽ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. സൺറൂഫ് ഒക്കെ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ വില എത്ര?
ഇത് നമുക്ക് ലാസ്റ്റ് 6,60,000 രൂപ കൊടുക്കാം. 6,60 ചോദിക്കുന്ന വില. ഫിനാൻസ് എത്ര വരെ കയറും? മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഈ വണ്ടി 6,90,000 7 ലക്ഷം രൂപ വില വരുന്നതാണ്. നമുക്ക് 6,60,000 ഫൈനൽ കൊടുക്കാം. 6 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ എന്ന് പറയുമ്പോൾ സിവിൽ സ്കോർ മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസ് ഇട്ടാണ് പറയണത്. ഇനി ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതും ഫുൾ ലോൺ ചെയ്യാവുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 2018 സിംഗിൾ ഓണർഷിപ്പ് SX ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. സൺറൂഫ് വരുന്ന വാഹനമാണ്. സൺറൂഫ് ഉണ്ട്. എത്ര ഓടിയുണ്ട്? 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. അപ്പോൾ ഇതിന്റെ വില ഇത് നമുക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കാം. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 7.5 ചോദിക്കുന്നത്. അതിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്തൊരു ഡിസയർ 2020 മോഡലാണ്. 20 മോഡൽ. 40,000 കിലോമീറ്റർ VXI ആണ്. പെട്രോൾ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഫുൾ കമ്പനി സർവീസ് ഉള്ളവനാണ്. 2025 വരെ സർവീസ് ഒക്കെ ഉള്ളവനാണ്. ഓക്കെ. അപ്പോൾ എത്ര വില? ഇത് നമുക്ക് 6.25 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 6 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളവനാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ല. അടുത്തത് 2 സിയാസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് മാരുതിയുടെ വാഹനങ്ങൾക്കെല്ലാം നമുക്കൊരു സർവീസ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സർവീസ് ഫ്രീ. ഒരു സർവീസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിന് കൂപ്പൺ കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു കേരളത്തിൽ എവിടെ കൊടുത്താലും സർവീസ് ചെയ്യാം. അതൊരു നല്ല ഓഫറാണ്. മാരുതിയുടെ വണ്ടി ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും മോഡൽ വല്ലതും ഉണ്ടാവണം. പ്രശ്നമല്ല. ഏത് മോഡൽ മാരുതിയുടെ വണ്ടി എടുത്താലും ഒരു സർവീസ് ഫ്രീ ആണ് കേരളത്തിൽ എവിടെയാണെങ്കിലും. അപ്പോൾ അടുത്ത സിയാസ്. അടുത്ത 2016 മോഡൽ ഹൈബ്രിഡ് VDI പ്ലസ് വരുന്ന വാഹനമാണ്. VDI പ്ലസ് ഡീസലാണ്. ഡീസൽ ഹൈബ്രിഡ് ആണ്. 23-24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. മൈലേജ് കിട്ടും ഹൈബ്രിഡ് ആയതുകൊണ്ട്. അതിപ്പോ ഇത്രയും വലിയ സെഡാൻ അത്രയും മൈലേജ് കിട്ടുന്ന പറയുമ്പോൾ അടിപൊളിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ കൊടുക്കുള്ള വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഇത് നമുക്കൊരു ഓഫർ വില കൊടുക്കാം. 5 ലക്ഷം രൂപക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ സിയാസ് ഓഫറിനാണ് ഇട്ടിരിക്കുന്നത്. 5 ലക്ഷം രൂപക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണും ചെയ്യാം. 1 രൂപ കൊടുക്കണ്ട. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന സിയാസ് ആണ്. അടുത്ത 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 1,20,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന അടിപൊളി വണ്ടിയാണ്. അപ്പോൾ വില ഇത് നമുക്ക് 5,60,000 രൂപക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 5,60 ആണ് 0 ഡൗൺ പേയ്മെന്റ്. അടുത്ത 0 ഡൗൺ പേയ്മെന്റ് സിയാസ് ആണ് കിടക്കുന്നത്. 6 ലക്ഷം രൂപക്ക് അടുത്ത് മാർക്കറ്റ് വില ഉള്ള വാഹനമാണ്. നമ്മൾ കുറച്ചാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് അവിടെ 2 ഡിസയർ കൂടി വേണം. ഇവിടെ ഒരു ഡിസയർ ഉണ്ടല്ലേ. ഓക്കെ. ഇത് ഏതാ മോഡൽ? 2016 മോഡല് ഡിസയർ LDI ആണ്. LDI കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ്, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. 90,000 കിലോമീറ്റർ സർവീസ് ഉള്ള വാഹനം. 90,000 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടിയാണ്. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഇത് ആസ്കിംഗ് പ്രൈസ് 3,60 ആണ്. മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത ഒരു സണ്ണിയാണ്. 2013 മോഡൽ XV ആണ്. XV ടോപ്പ് എൻഡ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയി കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഡീസലാണ്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഫാൻസി നമ്പർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. മൈലേജിന്റെ കാര്യം പറയണ്ട. ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും. അപ്പോൾ 2,70,000 രൂപ ഫൈനൽ കൊടുക്കാം. 2,70,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില. അതെ. ഒരു 2 to 2.25 ലോൺ ചെയ്ത് കൊടുക്കാം. 2.25 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും വണ്ടികളാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കുറേ ചെറിയ വണ്ടികളുണ്ട്. ലോ ബഡ്ജറ്റിലുള്ള കുറേ കിടുക്കൻ വണ്ടികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും. നിങ്ങൾക്ക് കാണുമ്പോഴൊരു ഇതാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. വിളിക്കാനുള്ള നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫിനാൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. എല്ലാ വീഡിയോയിലും പറയുന്നതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.